ഹായ്, ഏവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് ഭാഷയിലെ പാസീവ് എന്ന് വിളിക്കുന്ന വാചകങ്ങളാണ് ഈ ക്ലാസ്സുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം പാസീവ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ ഭാഷകളിലും പാസീവ് വാചകങ്ങളുണ്ട്. മലയാളത്തിൽ ഉദാഹരണമായി അവനെ പഠിപ്പിച്ചു, അവനെ സഹായിച്ചു, അവനെ കൊണ്ടുവന്നു, അവനെ ശിക്ഷിച്ചു. ഇങ്ങനെയുള്ള വാചകങ്ങളാണ് ഇംഗ്ലീഷിൽ പാസീവ് എന്ന് പറയുന്നത്. മറ്റൊന്ന്, മലയാളത്തിന്റെ ഒരു പ്രത്യേകത, ചില വാക്കുകൾ രണ്ട് രീതിയിൽ പാസീവായിട്ട് പറയാൻ പറ്റും. അവൻ ശിക്ഷിക്കപ്പെട്ടു, അവൻ കൊല്ലപ്പെട്ടു, അവൻ പീഡിപ്പിക്കപ്പെട്ടു, അവൻ രക്ഷിക്കപ്പെട്ടു, ഈ രീതിയിൽ പറയാൻ പറ്റും. എന്നാൽ മലയാളത്തിലെ എല്ലാ വാക്കുകളും ഇതേപോലെ രണ്ട് രീതി പറയാൻ സാധിക്കില്ല. അത് ഓർക്കുക. കുറെ സ്റ്റുഡൻസ് എങ്കിലും അവൻ കൊല്ലപ്പെട്ടു, രാവണൻ കൊല്ലപ്പെട്ടു, അത് മാത്രമാണ് പാസീവ്. ഇങ്ങനെയുള്ള വാചകങ്ങൾ മാത്രമാണ് പാസീവ്. രാവണൻ കൊല്ലപ്പെട്ടു, പക്ഷെ രാവണനെ കൊന്നു, അങ്ങനെയും നമുക്ക് പറയാൻ പറ്റും. അതും പാസീവാണ്. ഓക്കെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ വേർബ്സും എല്ലാ ക്രിയകളും പാസീവായിട്ട് പറയാൻ പറ്റില്ല. ഉദാഹരണമായി അവൻ വന്നു, അവനെ വന്നു എന്ന് പറയാൻ പറ്റില്ല. അവന് വരുത്തിയെന്ന് പറയാം, അപ്പോൾ മറ്റൊരു വാചകമായി. അവൻ കണ്ടു, അവനെ കണ്ടു എന്ന് പറയാം. എന്നാൽ അവൻ വന്നു, അവനെ വന്നു എന്ന് പറയാൻ സാധിക്കില്ല. ഇതുപോലെ ഇംഗ്ലീഷിലും എല്ലാ വേർബ്സും പാസീവായിട്ട് പറയാൻ നമുക്ക് സാധിക്കില്ല. നമ്മൾ ക്യാൻ എന്ന വാക്കിന്റെ പാസീവ് ആണ് ഈ ക്ലാസ്സുകളിൽ ഇപ്പോൾ കാണുന്നത്. ക്യാൻ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കഴിവിനെ കാണിക്കാൻ. അവിടെ നമ്മൾ ബേസ് ഫോം ആണ് ഉപയോഗിച്ചിരുന്നത്. ഐ ക്യാൻ റൈറ്റ്, എനിക്ക് എഴുതാൻ കഴിയും. ഐ ക്യാൻ ടീച്ച്, എനിക്ക് പഠിപ്പിക്കാൻ പറ്റും. എന്നാൽ പാസീവ് എന്നെ പഠിപ്പിക്കാൻ പറ്റും. അങ്ങനെയുള്ളതാണ് പാസീവ്. അപ്പോൾ ഇവിടെ പാസീവ്, ക്യാൻ്റെ പാസീവ് പി എന്ന് എഴുതിയിരിക്കുന്നത് പാസീവിനെ സൂചിപ്പിക്കുകയാണ്. ഇതുണ്ടാക്കുന്ന രീതി, സബ്ജക്ട്, അതിലൂടെ ക്യാൻ വയ്ക്കും. അതിൻ്റെ കൂടെ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബായ ബി എന്ന വെർബ് വയ്ക്കും. പിന്നെ ഏത് വെർബാണോ നമ്മൾ ഉപയോഗിക്കുക അതിൻ്റെ ഈ ഫോം വയ്ക്കും, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. പാസീവിൽ എപ്പോഴും ഈ ഫോമേ ഉപയോഗിക്കും. ഇവിടെ പാസീവിന് നമ്മൾ ചൂസ് എന്ന വെർബാണ് സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളത്. നേരത്തെ റൈറ്റ് എന്നതായിരുന്നു, ഇവിടെ ചൂസ് എന്നുള്ളതാണ്. ചൂസ്, ചോസ്, ചോസൺ, ചൂസ്, ചോസ്, ചോസൺ, 3 ഫോംസ്. ആദ്യത്തെ വാചകം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട്, ഐ ക്യാൻ ബി ചോസൺ, എന്നെ തിരഞ്ഞെടുക്കാൻ കഴിയും. ഇതിൽ വെർബ് ഏതാണ്? ക്യാൻ ബി ചോസൺ, ക്യാൻ ബി ചോസൺ. 3 വാക്കുകളുണ്ട്. ഈ ക്ലാസ്സിൽ നമ്മൾ ചോദ്യം കാണുകയാണ്. നമുക്കറിയാം ചോദ്യം ഉണ്ടാക്കുന്ന രീതി. വെർബിന്റെ ആദ്യത്തെ ഭാഗം കൊണ്ടൊന്ന് മുന്നിലിടുക. ആദ്യത്തെ ഭാഗം ക്യാൻ ആണ്, അത് മുന്നിലിട്ടാൽ ചോദ്യമായി എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ഓക്കെ, നമുക്ക് നോക്കാം. ക്യാൻ ഐ ബി ചോസൺ, ക്യാൻ ഐ ബി ചോസൺ, എന്നെ തിരഞ്ഞെടുക്കാൻ കഴിയുമോ? പഴയത് എന്തായിരുന്നു? ക്യാൻ ഐ ചൂസ്, ക്യാൻ ഐ ചൂസ്, എനിക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുമോ? അതായിരുന്നു നേരത്തെ കണ്ടത്. ഇത് എന്നെ തിരഞ്ഞെടുക്കാൻ കഴിയുമോ? ക്യാൻ ഐ ബി ചോസൺ. ക്യാൻ ഐ ബി സെൻഡ്, എന്നെ അയക്കുവാൻ കഴിയുമോ? ക്യാൻ ഐ ബി ടോട്ട്, എന്നെ പഠിപ്പിക്കാൻ പറ്റുമോ? പഴയത് ക്യാൻ ഐ ടീച്ച്, ടീച്ച്, ക്യാൻ ഐ ടീച്ച്, എനിക്ക് പഠിപ്പിക്കാൻ കഴിയുമോ? ഇത് എന്നെ പഠിപ്പിക്കാൻ കഴിയുമോ? ക്യാൻ ഐ ബി ടോട്ട്. ക്യാൻ ഐ ബി ഹെൽപ്, എന്നെ സഹായിക്കാൻ പറ്റുമോ? ക്യാൻ ഐ ബി ഹെൽപ്, എന്നെ സഹായിക്കാൻ പറ്റുമോ? ക്യാൻ ഐ ഹെൽപ്, എനിക്ക് സഹായിക്കാൻ പറ്റുമോ? ഹെൽപ്പ്, ഇത് ഹെൽപ്, ഈ ഫോമാണ്. ക്യാൻ ഐ ബി ലെഡ്, എന്നെ നയിക്കാൻ പറ്റുമോ? ക്യാൻ ഐ ബി പണിഷ്ഡ്, എന്നെ ശിക്ഷിക്കാൻ പറ്റുമോ? വി ഇതുപോലെ തന്നെയാണ്. ക്യാൻ വി ബി ചോസൺ, ക്യാൻ വി ബി ചോസൺ, ഞങ്ങളെ തിരഞ്ഞെടുക്കാൻ പറ്റുമോ? ഞങ്ങളെ തിരഞ്ഞെടുക്കാൻ കഴിയുമോ? ഞങ്ങളെ തിരഞ്ഞെടുക്കാൻ സാധിക്കുമോ? ക്യാൻ വി ബി സെൻഡ്, ഞങ്ങളെ അയക്കാൻ പറ്റുമോ? അതേപോലെ പ്രാക്ടീസ് ചെയ്യുക. യു ഇതേപോലെ തന്നെ. ക്യാൻ യു ബി ചോസൺ, നിന്നെ തിരഞ്ഞെടുക്കാൻ പറ്റുമോ? ക്യാൻ യു ബി സെൻഡ്, നിന്നെ അയക്കാൻ പറ്റുമോ? നിനക്ക് അയക്കാൻ പറ്റുമോ? ക്യാൻ യു സെൻഡ്, SEND, ഇത് SENT. ഓക്കെ. ക്യാൻ യു സെൻഡ്, നിനക്ക് അയക്കാൻ കഴിയുമോ? ക്യാൻ യു ബി സെൻഡ്, നിന്നെ അയക്കാൻ കഴിയുമോ? ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ക്യാൻ യു ബി ടോട്ട്, നിന്നെ പഠിപ്പിക്കാൻ കഴിയുമോ? ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഹിയും ഇതേപോലെ തന്നെ. ക്യാൻ ഹി ബി ചോസൺ, അവനെ തിരഞ്ഞെടുക്കാൻ പറ്റുമോ? ക്യാൻ ഹി ബി സെൻഡ്, അവനെ അയക്കാൻ പറ്റുമോ? ക്യാൻ ഹി ബി ടോട്ട്, ക്യാൻ ഹി ബി ടോട്ട്, അവനെ പഠിപ്പിക്കാൻ പറ്റുമോ? ക്യാൻ ഹി ബി ഹെൽപ്, ക്യാൻ ഹി ബി ഹെൽപ്, അവനൊന്ന് സഹായിക്കാൻ പറ്റുമോ? ക്യാൻ ഹി ബി ഹെൽപ്. നിനക്ക് അവനെ സഹായിക്കാൻ പറ്റുമോ? ക്യാൻ യു ഹെൽപ്. അത് വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് കിട്ടുകയുള്ളൂ.
ഓക്കെ. ക്യാൻ ഹി ബി ലെഡ്, അവനെ നയിക്കാൻ പറ്റുമോ? ക്യാൻ ഹി ബി പണിഷ്ഡ്, അവനെ ശിക്ഷിക്കാൻ പറ്റുമോ? ഷീ ഇതേപോലെ തന്നെയാണ്. ക്യാൻ ഷീ ബി ചോസൺ, അവളെ തിരഞ്ഞെടുക്കാൻ പറ്റുമോ? ഇതേപോലെ പ്രാക്ടീസ് ചെയ്യുക. ദേ അതുപോലെ തന്നെയാണ്. ക്യാൻ ദേ ബി ചോസൺ, ക്യാൻ ദേ ബി ചോസൺ, ക്യാൻ ദേ ബി ചോസൺ, അവരെ തിരഞ്ഞെടുക്കാൻ പറ്റുമോ? പഴയത് ക്യാൻ ദേ ചൂസ്, അവർക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുമോ? അവർക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുമോ? ക്യാൻ ദേ ചൂസ്, ആദ്യം പഠിച്ചതാ. ഇത് ക്യാൻ ദേ ബി ചോസൺ, അവരെ തിരഞ്ഞെടുക്കാൻ പറ്റുമോ? ആ വ്യത്യാസം മനസ്സിലാക്കുക. അതുപോലെ മറ്റു വാചകങ്ങൾ നമുക്ക് പറയാം. ആ ജനാല തുറക്കാൻ പറ്റുമോ? ക്യാൻ ദാറ്റ് വിൻഡോ ബി ഓപ്പൺ, ക്യാൻ ദാറ്റ് വിൻഡോ ബി ഓപ്പൺ. ദാറ്റ് വിൻഡോ എന്നൊന്നും നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ല. ക്യാൻ ഇറ്റ് ബി ഓപ്പൺ, ഇറ്റ് എന്ന വാക്ക് ഉപയോഗിക്കും. ജനാലയാണ് ഉദ്ദേശിക്കുന്നതെന്ന് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാകും. ക്യാൻ ഇറ്റ് ബി ഓപ്പൺഡ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ക്യാൻ ഇറ്റ് ബി ഓപ്പൺ. വാതിൽ അടക്കാൻ പറ്റുമോ? ക്യാൻ ദ ഡോർ ബി ക്ലോസ്ഡ്, ക്യാൻ ദ ഡോർ ബി ക്ലോസ്ഡ്. അതിന് പകരം ക്യാൻ ഇറ്റ് ബി ക്ലോസ്ഡ് എന്ന് സാധാരണ പറയുള്ളൂ. വാതിലാണ് ഉദ്ദേശിക്കുന്നതെന്ന് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാകും. ആ രീതിയിലായിരിക്കും നമ്മൾ പറയുക. ക്യാൻ ഇറ്റ് ബി ക്ലോസ്ഡ്, അത് അടക്കാൻ പറ്റുമോ? എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. രണ്ടുപേരെങ്കിലും ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക. തിരുത്താൻ പറ്റും, ബോറടിക്കുകയില്ല. ഓക്കെ. ഈ വേർബ്സിന്റെ ലിസ്റ്റ് വരുന്നുണ്ട്. എല്ലാ ദിവസവും കുറച്ച് വേർബ്സ് പഠിക്കുക. അതുപോലെ പുതിയ വേർബ്സ് ഒക്കെ പഠിക്കുക. ഡിക്ഷണറിയിൽ നിന്നൊക്കെ പഠിക്കാൻ പറ്റും. പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ പഠിക്കണം, ഉച്ചാരണം, അർത്ഥമെല്ലാം പഠിക്കുക. അതുപോലെ തന്നെ സിമ്പിൾ ഇംഗ്ലീഷ് കഥകളൊക്കെ വായിച്ചു നോക്ക്. നമുക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് പറയാൻ പറ്റും. ഭയം കൂടാതെ ഒഴുക്കോടെ ഭംഗിയായിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരും അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും
ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വേർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഇവിടെ ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ്, ഇത് വേറെ രീതി, റോട്ട്, ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. നമ്മൾ വെർബിന്റെ ആദ്യത്തെ ലിസ്റ്റ് എടുക്കുകയാണ്. അതിൽ ആദ്യത്തെ 15 വെർബ്സ് നോക്കുക. അതില് പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, ആ വെർബ്സ് മൂന്നും ഒരേപോലെ ഇരിക്കുകയാണ് അല്ലേ. നമ്മള് ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല, കാരണം നേരത്തെ കണ്ടതുപോലെ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ ഇരിക്കും എല്ലാ വെർബ്സിന്റെയും. അപ്പൊ ഉദാഹരണമായിട്ട് കട്ട്, അതിന് പ്രസന്റ് ഫോമില് സിംഗുലർ ഉണ്ട്, കട്ട്സ് ഉണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? മുറിക്കാറുണ്ട് അല്ലെങ്കിൽ മുറിക്കുന്നു. പാസ്റ്റ് ഫോമും കട്ട് തന്നെയെന്നാണ്, പക്ഷെ അർത്ഥം വ്യത്യാസമുണ്ട്, മുറിച്ചു. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്, അത് കട്ട്, അർത്ഥം മാറി മാറി വരും. അപ്പൊ ഞാനിനി 3 ഫോംസേ വായിക്കുള്ളൂ. അപ്പൊ പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പുട്ട്, പുട്ട്, പുട്ട്. ഞാൻ പ്രസന്റ് ഫോം സിംഗുലർ വായിക്കുന്നില്ല. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കിയിരുന്ന ആദ്യം. പുട്സ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അർത്ഥം ഒന്ന് തന്നെ, ഇടാറുണ്ട് അല്ലെങ്കിൽ ഇടുന്നു. എല്ലാത്തിലും അതുപോലെ തന്നെ വായിക്കണേ. ഷട്ട്, ഷട്ട്, ഷട്ട്. ലെറ്റ്, ലെറ്റ്, ലെറ്റ്. ക്വിറ്റ്, ക്വിറ്റ്, ക്വിറ്റ്. bet, bet, bet. hit, hit, hit. split, split, split. set, set, set. heard, heard, heard. spread, spread, spread. host, host, host. telecast, telecast, telecast. broadcast, broadcast, broadcast. burst, burst, burst. ഇതിന്റെ പ്രത്യേകതകൾ എന്താണ്? ഈ 15 വെബ്സിന്റെയും പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഒരേപോലെ ഇരിക്കുന്നു, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം, പക്ഷെ അർത്ഥം വ്യത്യാസം ഉണ്ടെന്ന് മറക്കരുത്. ഇനി അടുത്തുള്ള വെബ്സ് ഒക്കെ ഡിയോ ഇഡിയോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. കോൾ, കോൾഡ്, കോൾഡ്. പ്ലേ, പ്ലേഡ്, പ്ലേഡ്. വാക്ക്, വാക്ട്, വാക്ട്. പ്രേ, പ്രേഡ്, പ്രേഡ്. ക്ലീൻ, ക്ലീൻഡ്, ക്ലീൻഡ്. jump, jumped, jumped. close, closed, closed. open, opened, opened. study, studied, studied. lie, lied, lied. help, helped, helped. respect, respected, respected. accept, accepted, accepted. ask, asked, asked.